ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനും ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനുമാണ്. അപ്പോൾ സംഭവം സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ സ്റ്റെപ്പുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, എന്നാൽ സിമ്പിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിലുള്ളതിൻ്റെ പുറമെ നോട്ടിൽ റഫായിട്ട് എഴുതിയും കൂടെ ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ കിട്ടുള്ളൂ. നമ്മൾ എഴുതുന്നതായിരിക്കും നമുക്കൊന്നുകൂടെ കംഫർട്ട്. അപ്പോൾ നിങ്ങളത് നോക്കി നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നോട്ടിൽ എഴുതുക, അല്ലാതെ എഴുതണ്ട കേട്ടോ, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. കാരണം അങ്ങനത്തെ കൺഫ്യൂഷനുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ എന്താണ്. ആ വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പാണ് എന്താണ്, അത് സാധാരണ സബ്സ്ട്രാക്ഷൻ പോലെയല്ല, എന്തൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് സബ്സ്ട്രാക്ടിങ് ദ സെക്കൻഡ് നമ്പർ ഫ്രം ദ ഫസ്റ്റ്, ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് നമ്പർ ഈസ് ആഡഡ് ടു ദ ഫസ്റ്റ് നമ്പർ. അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യൽ, ഫസ്റ്റ് നമ്പറിന് സെക്കൻഡ് ഏതാ നമ്പർ അത് അങ്ങോട്ട് സബ്സ്ട്രാക്ട് ചെയ്യും. അതിന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്, അതിൽ 2 നമ്പർ തരുമല്ലോ, അതിനകത്തുള്ള ഈ സെക്കൻഡ് നമ്പറിന് ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കും, എന്നിട്ട് അത് ഫസ്റ്റ് നമ്പർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്നത് ലാസ്റ്റ് ക്യാരി വിച്ച് ഈസ് സെർവ് ടു ബി എൻഡ് റൗണ്ട് ക്യാരി ഈസ് ആഡഡ് ടു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു എൻഡ് റൗണ്ട് ക്യാരി ഉണ്ടാവും, ലാസ്റ്റ് ഒരു ക്യാരി കിട്ടും. പലപ്പോഴും, എപ്പോഴും കിട്ടുമെന്നല്ല, കിട്ടുമ്പോൾ അത് ലാസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ് 11010 മൈനസ് 10010 ആണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തു. ഈ സെക്കൻഡ് നമ്പറിൻ്റെ മാത്രം എടുത്താൽ മതി കേട്ടോ, നമ്മൾ പിന്നെ പറയുന്നത്. അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തു, എന്നിട്ട് ഈ നമ്പറും ഇതിൻ്റെ ഈ കോംപ്ലിമെൻറ്റും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ റിസൾട്ട് കിട്ടി, ഒരു ക്യാരി ഉണ്ടായിരുന്നു ഇവിടെ. ആ ക്യാരിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് കിട്ടുന്ന ഈ റിസൾട്ടാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ പൊസിഷനിങ്ങിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടത്തെ ഞാൻ റഫായിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ കാണുമ്പോൾ പക്കയാവും, അതിന് വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇവിടെ നോക്കൂ, ഈ പൊസിഷനിങ്ങിൽ ചെറിയൊരു ഇതുണ്ട്, ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ 10 ഞാൻ ആ നോട്ട് പറയുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ നോക്കട്ടെ, കൺഫ്യൂഷൻ ആവണമെന്നില്ലേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ 10 എന്താണ് 1, 01 എന്താണ് 1, 101. കാരണം നമ്മളിവിടെ ആഡ് ചെയ്യാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. പിന്നെ 01 കണ്ടോ, ഇവിടെ പൊസിഷനിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 01 ആകുമ്പോൾ എന്താണ് 1, പിന്നെ 11 ആകുമ്പോൾ 0 വരും, ഇവിടെ ഒരു ക്യാരി വരും. 11 ആകുമ്പോൾ 0 വരും, ഇവിടെ ഒരു ക്യാരി വരും. ആ ക്യാരിയാണ് ഇത്. ആ ക്യാരി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ 01000. ഇത് ഞാൻ പറയുകയാണ്, വീണ്ടും പറയുകയാണെങ്കിൽ പൊസിഷനിങ്ങിൽ ചിലർക്ക് ഒരു ചെരിച്ചിൽ തോന്നുന്നുണ്ടല്ലോ, ഒരു ചെരിവ് തോന്നുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ റഫിൽ ഒന്നുകൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആണ് ഇതിനകത്ത് നടന്നത്. സിമ്പിളാണ് കാര്യങ്ങൾ, പക്ഷേ എങ്ങനെ ചെയ്തു എന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം നമുക്ക്. അല്ലെങ്കിൽ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനൊക്കെ ചോദിച്ചാലേ വെറുതെ മാർക്ക് കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ക്യാരിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വേറൊരു ടൈപ്പ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. അതായത് ക്യാരി ഉള്ളൊരു എക്സാമ്പിൾ അപ്പോൾ പറഞ്ഞു. ഇനി ക്യാരി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെ ഡൗട്ട് വരില്ലേ. അപ്പോൾ എന്താ എക്സാമ്പിൾ നോക്കാം. 1011 മൈനസ് 111 ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ എന്താ വരിക, നേരെ ഓപ്പോസിറ്റ് വരും. 000 അതായത് 1 ഒക്കെ 0 ആവും, 0 ഒക്കെ 1 ആവും. സിമ്പിളാണ് വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കാൻ. വേണമെങ്കിൽ ഇത് നമുക്ക് ടഫ് ആക്കിയിട്ടൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അത് അറിഞ്ഞാൽ മതി. സോ 1 ഉള്ള 0 ആവും, 0 ഉള്ള 1 ആവും, അത്രയും നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, സബ്സ്ട്രാക്ഷൻ അല്ല കേട്ടോ ചെയ്യുന്നത്, അഡീഷനാണ്. അത് മറക്കരുത്. നിങ്ങൾ പോയിട്ട് ഇനി മൈനസ് ചെയ്തിടും. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്താൽ മതി. ഇനി വേറെ കുറേ മറ്റേ പോലെ ഒന്നും പ്രോബ്ലംസ് ചെയ്യണമെന്നില്ല, പക്ഷേ എന്താണ് ചെയ്യുന്നതെന്നൊരു വ്യക്തമായ ധാരണ വേണം. ഇത് രണ്ടും പിന്നെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് അതും പിന്നെ ആദ്യത്തെ നമ്പറും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ 1ഉം 0ഉം 1, 11 0 ആണ്, ക്യാരി 1 വരും, 11 0 വരും, ക്യാരി 1 വരും, 11 0 വരും, ക്യാരി 1 വരും. പിന്നെയുള്ള 2 0 ആണ്. അതിൻ്റെ എനിക്ക് ഇങ്ങോട്ട് താഴേക്ക് പോയിൻ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കേട്ടോ, അത് കണക്റ്റ് ആവുന്നില്ല. പിന്നെ 2 0 വരും, മേലെ ക്യാരി ഉണ്ട്, അതും കൂടെ വരുമ്പോൾ 1, പിന്നെയുള്ള 1 അവിടെ മേലെ കൊടുക്കും. 1ഉം സോറി, അവിടെ ക്യാരി ഇല്ല, പിന്നെ 1 0 ഉള്ളൂ, അവിടെ 1ഉം വരും. ഇത് കൺഫ്യൂഷൻ ആവാനൊന്നും ഇല്ലല്ലോ, സംഭവം സിമ്പിളാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ സിമ്പിളാണ് ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വീണ്ടും പറയാം, പലരും നോട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്, മിസ്സേ മറ്റേ നോട്ടായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരവരുടെ ഡൗട്ട് ചോദിച്ചതാണ്. പക്ഷേ ആക്ച്വലി ഇതൊക്കെ മാത്സിൻ്റെ ലെവലായതുകൊണ്ട് നമുക്ക് നോട്ട് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റെപ്സ് പറയുന്നുണ്ട്, പിന്നൊക്കെ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം എക്സാമിന് അങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇതൊക്കെ ചോദിക്കുക കേട്ടോ. ഈ തിയറി ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതാനുണ്ടല്ലോ, പിന്നെ സ്റ്റെപ്സും പറയാനുണ്ട്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തപ്പോൾ പ്രത്യേകത എന്താണ്, ഇതിനകത്ത് ക്യാരി ഇല്ല. ഓക്കെ,
അതൊരു പ്രശ്നമാണോ നോക്കാം. ഇഫ് ദർ ഇസ് നോ ക്യാരി ഇൻ ദ ഫസ്റ്റ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ റിസൾട്ട് ഈസ് എ നെഗറ്റീവ്. ആ നമ്പർ വിൽ ബി ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. സോ കോംപ്ലിമെൻറ്റ് ഇറ്റ് ടു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇങ്ങനെ ക്യാരി ഇല്ലാത്ത വന്നാൽ നമ്മൾ അതിനൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ റിസൾട്ടിൽ എത്തിക്കണം. പിന്നെ അതൊരു നെഗറ്റീവ് നമ്പറും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ക്യാരി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നെഗറ്റീവ് നമ്പറാണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മൾ എടുക്കണം. ഇനി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ്. റൈറ്റ് ദ ഫസ്റ്റ് നമ്പർ ആസ് സച്ച്, അതേപോലെ എന്താണ് അത് എഴുതാം. റൈറ്റ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് സെക്കൻഡ് നമ്പർ, നമ്മൾ എന്താ ചെയ്യുന്നത്, സെക്കൻഡ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. ആഡ് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സും ആഡ് ചെയ്യുക. ദ ക്യാരി ദാറ്റ് അറൈസ് ഫ്രം ദ അഡീഷൻ ഈസ് സെഡ് ടു ബി എൻഡ് റൗണ്ട് ക്യാരി. എൻഡ് റൗണ്ട് ക്യാരി കിട്ടും. എൻഡ് റൗണ്ട് ക്യാരി ഷുഡ് ബി ആഡഡ് വിത്ത് ദ സം ഓഫ് ഗെറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് റൗണ്ട് ക്യാരി ആഡ് ചെയ്ത് കൊടുക്കും. ഇഫ് ദർ ഇസ് നോ എൻഡ് റൗണ്ട് ക്യാരി ഫൈൻഡ് ഔട്ട് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ സം. അവിടെ ഒരു എൻഡ് റൗണ്ട് ക്യാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ സമ്മിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് പുട്ട് എ നെഗറ്റീവ് സൈൻ ബിഫോർ ദ റിസൾട്ട് ആസ് റിസൾട്ട് ഈസ് നെഗറ്റീവ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, റിസൾട്ട് കിട്ടി, അതിൻ്റെ എന്താണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് പിന്നെ അതിന് നെഗറ്റീവും കൂടെ ഇടുക. അങ്ങനെ അതൊരു നെഗറ്റീവ് നമ്പറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ സോറി കേട്ടോ, ഈ ടൈമിൽ എടുത്തുകൊണ്ടാണ്, സോറി ഫോർ ഡിസ്റ്റർബ്. ഞാനിപ്പോൾ എന്താ പറയുക, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. ടൂസ് കോംപ്ലിമെൻറ്റ് റിസൾട്ട് വെൻ വി ആഡ് 1 to 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദ നെഗറ്റീവ് നമ്പർ. ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുക, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു, എന്നിട്ട് അതിക്കൊരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ, അതായത് വൺസ് കോംപ്ലിമെൻറ്റിക്ക് 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. സോ ടൂസ് കോംപ്ലിമെൻറ്റ് എന്താണ്, വൺസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1. ഇനി നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ അവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ടൂസ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞത്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ബൈനറി നമ്പർ കൊടുക്കും, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കൊടുക്കും, അതായത് 0 ഒക്കെ 1 ആക്കി കൊടുക്കും, 1 0 ആക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണും. എങ്ങനെയാണ് കാണുക, +1 ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് സിമ്പിളല്ലേ എന്ന് തോന്നിപ്പോകാം. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ എക്സാമിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണുക, ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണുക, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ്, വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ എങ്ങനെയെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഈ അപ്ഡേറ്റ് ആയിട്ട് പക്കയായിട്ട് കണ്ട് പഠിച്ച് പോകണം, അല്ലെങ്കിൽ പ്രശ്നം വരും. ഓക്കെ, നമ്മളൊരു അലേർട്ടായിട്ട് തരികയാണ്. കാരണം നിങ്ങൾ അങ്ങനെ ഒരു സിമ്പിളല്ലേ എന്നുള്ള തെറ്റിദ്ധാരണയിൽ പോകരുത്. കാരണം അങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റിയവരുണ്ട്, ലാസ്റ്റാണ് പണി കിട്ടുക. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പക്കയായിട്ട് തന്നെ പോവാട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇനി ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് നമ്പർ ആസ് സച്ച്, ഫസ്റ്റ് നമ്പർ അതേപോലെ എഴുതി. റൈറ്റ് ഡൗൺ ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ സെക്കൻഡ് നമ്പർ, സെക്കൻഡ് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു. പിന്നെ ആഡ് ദ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സും അങ്ങോട്ട് ആഡ് ചെയ്തു. ഇഫ് ദർ ഇസ് എ ക്യാരി ഡിസ്കാർഡ് ഇറ്റ് ആൻഡ് റിമൈനിങ് പാർട്ട് വിൽ ബി ദ റിസൾട്ട്. ക്യാരി വന്നാൽ ക്യാരി ഡിസ്കാർഡ് ചെയ്യാൻ ആവശ്യമില്ല, ബാക്കിയുള്ളതാണ് നമ്മുടെ റിസൾട്ട്. ഇഫ് ദർ ഇസ് നോ ക്യാരി ഫൈൻഡ് ഔട്ട് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ സം ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ ബിഫോർ ദ റിസൾട്ട് ആസ് സച്ച് റിസൾട്ട് ഈസ് നെഗറ്റീവ്. മറ്റേ പറഞ്ഞ പോലെ തന്നെയാണ്. ക്യാരി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക, സമ്മിൻ്റെ ഇങ്ങോട്ട് നെഗറ്റീവ് സൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാരണം റിസൾട്ട് എന്താണ്, നെഗറ്റീവാണ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 110 110 10 110. ഇത് ഞാൻ നോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, റഫാക്കി എഴുതിയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൺഫ്യൂഷൻ തോന്നുന്നവർക്ക് അത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ദ നമ്പേഴ്സ് ഓഫ് ബിറ്റ്സ് സബ്സ്ട്രാൻഡ് ഈസ് 5 while that minute is 6. We make the number of bits in the substrand equal to that mined by taking a 0 in the 6th place of the substrand. അതായത് ഇതിനകത്ത് നിങ്ങൾ ബിറ്റുകളുടെ എണ്ണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന് 6 ബിറ്റ് ഉണ്ട്, ഒന്ന് 5 ബിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ അഡീഷൻ ആയാലും സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക, ഒരു 0 അപ്പുറത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മളത് മാനേജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തു, അതായത് 0 1 0 1 1 0 എന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാണ്. അപ്പോൾ ഈ 0 1 0 1 1 0 നമ്മൾ എന്ത് ചെയ്തു, ആദ്യം +1 ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 0 1 0 1 1ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുക, ആദ്യം അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു. വൺസ് കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, 0 ഉള്ളൊക്കെ 1 ആവും, 1 ഉള്ളൊക്കെ 0 ആക്കി കൊടുക്കും. എന്നിട്ട് അതിന് +1 ആഡ് ചെയ്ത് നോക്കുമ്പോൾ അത് എന്തായി, അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആയി. എന്നിട്ട് ഈ ടൂസ് കോംപ്ലിമെൻറ്റിനെ പിടിച്ചിട്ട് മറ്റൊടത്ത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടി 1 0 0 0 0 0 5 0. After dropping the carry over, get result subtraction is 1 0 0 0 0 0. അതായത് ക്യാരി വന്നാൽ ക്യാരി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, നമുക്ക് കിട്ടിയ റിസൾട്ട് മാത്രം മതി. ഓക്കെ,
ഇത്രയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റഫാക്കിയിട്ടുള്ള എഴുതിയിട്ടും കൂടെ ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോ സെൻഡ് ചെയ്തുതരാം. കാരണം ഇത് കണ്ട് ഞാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, നമ്മൾ എഴുതിയതാണ് കംഫർട്ട് എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് റഫായിട്ട് എഴുതിയതാട്ടോ അത്. അപ്പോൾ അത് ഞാനൊന്ന് സെൻഡ് ചെയ്ത് തരാം. പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. സോ സോറി ഫോർ ദാറ്റ്. അങ്ങനെ എന്തോ മിസ്റ്റേക്ക് എന്നല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ലാഗിങ് കൊടുത്തില്ലേ. സോ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമൊക്കെ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ലാഗിങ് മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ കട്ട് ചെയ്ത് പിന്നെ ആദ്യം തൊട്ടെടുക്കും. പക്ഷേ നമുക്കിപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ എടുക്കാതെ ഇരുന്നത്. അവിടെ ഒരു ചെറിയൊരു എന്തോ ഞാനിവിടെ ഒരു പൊട്ടുവോ ഇട്ടു എന്നൊരു സംശയം. സോറി ഫോർ ദാറ്റ്. ഒന്നാമത് നമ്മളിങ്ങനെ ഉറക്കൊഴിച്ചിരുന്ന് ചെയ്യുകയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് കൺസെപ്റ്റൊക്കെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തന്നെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉറക്കൊഴിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. സോ മക്കളെ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കി പോവുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്തതൊന്ന് വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷനാണ്. എങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ട് ചെയ്യാൻ സിമ്പിളാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാരി വന്നാൽ എങ്ങനെ, ക്യാരി വന്നില്ലെങ്കിൽ എങ്ങനെ, പിന്നെ ടൂസ് കോംപ്ലിമെൻറ്റ് പറഞ്ഞു, ടൂസ് കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ പറഞ്ഞു. മനസ്സിലായില്ലെങ്കിൽ എന്നോട് ജസ്റ്റ് ഒന്ന് പറയാൻ മിസ്സായത്, ഇന്ന കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു തരും. ഞാൻ അത്രയും ഇതിൽ പറയാണ്, ഇൻട്രസ്റ്റിൽ പറയാണ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു അസൈൻമെൻറ്റ് തന്നപ്പോഴൊക്കെ പലരും ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അതൊക്കെ അപ്പപ്പോഴേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ കഴിവിനനുസരിച്ച്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുന്ന ഇടയിലാണ് മെസ്സേജ് വരുന്നത്, നമ്മൾ പറയുമല്ലോ വീട്ടിലെത്തിയിട്ട് പറയാട്ടോ എന്ന്, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, കാരണം ഞാൻ പറഞ്ഞാൽ ഒന്നാമത് ഞാൻ അങ്ങനെ ഫാമിലി കുറച്ച് ബിസിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എപ്പോഴും പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ ടൈം കിട്ടുന്നതനുസരിച്ച് ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോൾ പറഞ്ഞുതരാമെന്ന് പറയും, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ഡൗട്ടുള്ളവരൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണത്, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നിങ്ങൾ പക്കിയാവുള്ളൂ. അല്ലാതെ ഒരിക്കലും തിയറി പോലെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല മക്കളെ. അത്രയും ടഫാണ്. ടഫ് മീൻസ് ഭാവിയിൽ അത് ടഫായിട്ട് മാറുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു.